ആ അതെ, ഒരുപാട് വിശേഷങ്ങളുണ്ട് മുത്തശ്ശി. അയ്യോ അയ്യോ, വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഇനി നീ ഒരിക്കലും അച്ഛനെ കാണില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഓഹോ, നീ സമ്മതിക്കില്ല അല്ലേ? ഞാൻ അയ്യോ, നിനക്കവൾ അനാഥയായിരിക്കും. ശരിക്കും അവൾ എന്റെ ഭാര്യ. എന്റെ ഭാര്യനെ തൊട്ടാം ചുട്ട് കരിച്ചളയും ഞാൻ. വരുൺ എനിക്ക് മനസ്സിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. വരുണിനെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. മോളെ, ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണിനെ ഇഷ്ടം. ഒരു കാര്യം എനിക്ക് ഉറപ്പായി മുത്തശ്ശി, ഇനി ഒരിക്കലും ഒരു കടപ്പാടിന്റെ പേരിലും ഇനി ഒരിക്കലും അയാൾ ഇനി നടന്നു നിൽക്കില്ല. ഇതല്ലേടാ മോനെ നീയും ഞാനും ഒക്കെ കാത്തിരുന്നത്. അവള് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും മേലെ പിന്നെ വേറെ എന്താ വേണ്ടേ? ക്ഷമ കാണിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക്? ഓ മുത്തശ്ശി, അതെ, മുത്തശ്ശി പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അച്ഛന്റെ അസുഖം ഒന്ന് മാറട്ടെ, അവളുമായിട്ട് ഒരുമിച്ച് ജീവിച്ചോളാൻ അച്ഛൻ ഞങ്ങളോടൊന്ന് പറയട്ടെ. മുത്തശ്ശിക്ക് ഞാനൊരു ചെലവ് ചെയ്യുന്നുണ്ട്. പിന്നടാ, ഞാനതും കാത്തല്ലേ ഇവിടെ ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പ്രശ്നങ്ങൾ ഒതുങ്ങിയാ ഞാൻ അയാളും കൂടി ഒരു യാത്ര പോകും. ഞങ്ങളുടെ കൂടെ മുത്തശ്ശിയും ഉണ്ടാവും. അതൊന്നും വേണ്ട, മുത്തശ്ശിക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ തന്നെ ധാരാളം.